സാഹിത്യം വായിക്കില്ലേ? ഒരാൾ സാഹിത്യം പഠിപ്പിച്ചില്ല. ഇത് പോയി മേലെ ഞാൻ കയറാണോ? എന്താ ചെയ്യാ, നമുക്കിപ്പോൾ വേണ്ടത് വർണ്ണം അല്ല, കീർത്തനം പഠിക്കാം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിലേക്കുള്ളൊരു മയക്കുപടി കൂട്ടുന്ന തൊട്ട് ഒരു 10 മിനിറ്റിലേക്കുള്ള എന്തൊരു സാധനം നാളെ കടാതാണ് പോരാ. അല്ല അതിപ്പോ എന്താ വെച്ചാല് നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ശരിയാക്കാം. അല്ലാതെ ഈ 10 മിനിറ്റ് കൊണ്ട് എന്തെല്ലാം വായിക്കണം വിചാരിച്ചു. വോക്കൽ ചെയ്യുന്ന പോലെ തന്നെ രാഗം, നിരവധി സ്വരം, കംപ്ലീറ്റ് ആലാപനം ഒക്കെ വേണം. ഇതാണ് ഈ സമയത്ത് മോളെ ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അംസദ്വനിയിൽ ഒരു ചെറിയ കീർത്തനാണ്. വായിക്കുക എങ്ങനെ വെച്ചാൽ അംസദ്വനിയുടെ അവരോഹണം 29ലാണ് ജന്യം, ശങ്കരാപുരത്തിൽ തന്നെ. അപ്പൊ സരിക പദസ എന്നല്ലേ മോഹനം പഠിച്ചത്, ഇത് സരിക പ നീ സ. സരിഗ പനീസ അതിന്റെ ഗമകം ഗരി ഗരി അവിടെ നടക്കണ്ട. ഇനി വല്ലാണ്ട് ഇറക്കണ്ട, ഷഡ്ജത്തിനോട് ചേർന്ന് ഒന്ന് ചാടിച്ചാൽ മതി. ഇത് വായിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വായിക്കുന്ന സിസ്റ്റം എങ്ങനെ ഈ വായിച്ചോ നീ വായിച്ചപ്പോ എവിടെ പോയാലും നീയുടെ സ്ഥാനത്ത് വന്ന് നിൽക്കണം, വേണ്ടേ? ഓക്കെ, അപ്പൊ അത് വായിച്ച് പഠിക്കാം. നമ്മളിവിടെ കീർത്തനം കേൾക്കണം ആദ്യം കുറച്ച്.
പൻസ എന്ന് വായിച്ചില്ല, അത് തന്നെ വിനായക എന്ന് വരും. വായിച്ചേ. ഈ സാഹിത്യ അക്ഷരങ്ങൾ വരുമ്പോൾ ബോ അതിനനുസരിച്ച് പ്രയോഗിക്കണം. അക്ഷരങ്ങൾക്കനുസരിച്ച് ബോ നിങ്ങൾ കൂടുതൽ കുറയൊക്കെ ചെയ്യുമല്ലോ. ഇവിടെ ഒരു ബോയിലാ കൂടെ വിനായക ഒന്നായി അല്ലേ. വിനായക നീനു സാസ തന്നെ അവിടെ. അപ്പൊ അവിടെ നീനു സാ എവിടെയാ? എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല. പറ്റുമോ? നല്ലോണം ശ്രദ്ധിക്കണം. ഈ വിരൽ വായിക്കുമ്പോൾ ഈ വിരൽ മടങ്ങിയിരിക്കാൻ പാടില്ല. നീനു. അപ്പൊ വിനായക നിന്നു എത്രയാണ്? അപ്പൊ അല്ല ഒരു പോയിലല്ല വരേണ്ടത്. ഈ ബി എന്ന് പറയുമ്പോ ഗ അന്തര ഗാന്ധാരം മായ മലയുടെ ഗ തന്നെ, അത് കുറയാൻ പാടില്ല. എവിടെയാ ഗ? അതൊക്കെ ഇപ്പൊ മാറിക്കണോ? എങ്ങനെയാ? മോഹനത്തിൽ വായിച്ച അതേ ഗാരി. അവിടെ നീ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ഗാ ഇല്ല, അത്രേ ഉള്ളൂ. ഗ പ നീ സ സ സ ഗ പ സ സ സ സ സ സ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം, ഒരു കോയിലല്ല. നീനു എന്ന് പറഞ്ഞാൽ രണ്ട് സാഹിത്യാക്ഷരമുണ്ട്. അത് കേൾക്കണ രണ്ടക്ഷരം, രണ്ട് ബോ വേണം. നീനു ആ സാഹിത്യാക്ഷരം മനസ്സിൽ വിചാരിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ ലയിച്ചില്ലെങ്കിൽ കാര്യം നടക്കില്ല. അതെന്താ? എന്താ സായ എവിടെയാന്നുള്ള ബോധം വേണ്ടേ? നോടി. നീ വേണ്ട, സാ മതി. എന്താ സാഹിത്യം? അത് മനസ്സിലൊക്കെ വായിച്ചത് എന്താ കാര്യം? നിന്നു നമ്മൾ അത്ര പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ വിനായക നിന്നു എന്ന് വായിക്കുമ്പോൾ ബോ വായിക്കുന്നത് എങ്ങനെയാണ്? വീന ഒരു ബോ വി ഒരു ബോ, നാ വേറെ ബോ. വി അത് രണ്ടാമത്തെ അക്ഷരമല്ലേ, അതിന് ബോവനുണ്ടേ. വി എന്ന് പറഞ്ഞ് രണ്ട് ബോവനുണ്ടേ. എന്താ സ്വരം? ഗ പ സ സ. ഗപ്പ സസ. സ്ഥാനം വ്യക്തമായിരിക്കും. ഗപ്പ സ. അപ്പൊ വീനായിട്ടുള്ളൂ. വൈകി അവിടെ തന്നെ തായിലാവണം, നീലല്ല. അത് കൂടി അത് നല്ല ബോധം വന്നില്ല. വരി വെച്ചിട്ടുള്ള കാര്യം കേട്ടോ. പാട്ട് പഠിക്കുന്ന ആളല്ലേ, ശുദ്ധബോധം വരാൻ പറ്റില്ല. കൂടെ അങ്ങ് വന്നാൽ നീയാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീനു അത്രയും പഠിക്കും. ഒരു ബോ, പാ വേറെ ബോ. ഗ എവിടെയാണെന്ന് ശ്രദ്ധിക്കും പോലെ സ്ഥാനം പോരാ.
ഗ ഗ അന്തര ഗാന്ധാരം. ഈ വായിക്കും അതിന് തന്നെയല്ലേ, ഇന്നത്തെ കുഴപ്പം. ആ ഗ പ പ വേറെ ബോർഡ്. ആ ഓയിലാണ് വിനാൻ വരുന്നത്. ആ ഞാൻ മേലോട്ട് സായിത്തണ്ടേ നോക്ക്. നീലു വായിക്ക്. എന്താ മനസ്സിലാ പാട്ട് വേണം കേട്ടോ. മടക്കരുത്, അങ്ങനെ മടക്കി പഠിച്ചാൽ നോക്കിണ്ടാവില്ല. ആ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ വിനായകൻ നിന്നൊന്ന് പഠിക്കും. അപ്പൊ വായിച്ചുകൊണ്ടാ. ഞാൻ വേഗം സായിലെത്തണം. വീണ നമ്മുടെ അതാണ് വിനായക. അത് മനസ്സിരുത്ത്. വിനായക അത് കറക്റ്റ് ആയിട്ട് പറയണം ടൈമിൽ കേട്ടോ. ആദ്യ തളത്തിലാണ്. നോക്കൂ, കണ്ടോ? ആ ടൈമിൽ എടുക്കണം. അതാ മനസ്സിലായല്ലോ. ഒരു പോ സനിപ്പ വേറെ പോ അല്ലേ. സനിപ്പയിലാണ് എന്നുള്ളത് കണ്ടോ. അപ്പൊ ആ അക്ഷരം ഒക്കെ ഒരു പോയി വരണം. അപ്പൊ ആ പായിൽ നിന്ന് വരണ്ടേ. പായിൽ നിന്ന് പാക്കെ കറക്റ്റ് ആവണം. അതൊക്കെ കൂടിപ്പോയാൽ പറ്റില്ല കേട്ടോ. സരി അപ്പൊ വളരെ ശ്രദ്ധിക്കുന്നത് പഠിച്ചാൽ മതി. ഒരു വരി പഠിക്കും. എന്ന് പറയുമ്പോ ഒരു പോയി വരണേ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഒരു വരി ഒന്ന് വായിച്ചു പഠിക്കും. ശരിയല്ല ഉള്ളതൊരു ടത്തിൽ വായിക്കുകയും ഞാൻ വേറെ പോയല്ലേ. ആ സ്ഥാനത്തല്ല നമ്മൾ വായിക്കുന്നത്. ഗായക സ്ഥാനം ശരിയാക്കി. അപ്പൊ ഗായക പഠിച്ചില്ലേ? അത് അതന്നെ വായിച്ചോളൂ. താമസം വരുന്ന പോലെ പായിലേക്ക് വന്നാൽ ഉടനെ സായിലെത്തണ്ടേ. ഗരിസരിയൊക്കെ ഒരു പോയില്ലേ ഉള്ളത്.
രണ്ട് പോ ഡാ ഗു ഡാ ഗരി സരി രണ്ട് പോ ആ പറഞ്ഞിരുന്ന പാട്ട് മനസ്സിൽ വേണം. പാട്ട് മനസ്സിലില്ലാതെ ചെറുപ്പം പഠിക്കാൻ പറ്റുമോ? നോക്കി പോയി വായിച്ചാൽ മതി. അങ്ങനെ വായിക്കണ്ട. പഠിക്കാൻ വേണ്ടി വായിക്കേ. അങ്ങനെ പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലേ? എവിടെയാ സാ സതി അതിനൊരു മാർഗമല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ശ്രുതിബോധം അത് നിന്റെ കയ്യിലാണ്. അത് വായിക്കുന്നത് അത് ശ്രദ്ധിക്കുക. തുറന്ന് ഗായായിരിക്കണം, പറയാൻ പറ്റില്ല. എളുപ്പം കൊണ്ടങ്ങനെ പറയാം. നീ ഇതൊക്കെ വായിക്കാം അങ്ങോട്ടെ. അവര് പേര് പഠിച്ചോ? വായിക്കി വെക്ക്. പിന്നെ നീ വീണ ഒരു പോയിലാണോ വായിക്കണേ? ഒന്ന് നാദം വരാത്ത എന്താ വയലിന് വായിക്കുമ്പോ? ഒന്ന് അമർത്തി വായിക്കുന്നത്. അവിടെ നിന്നാണോ തുടങ്ങുന്നത്? വി വി വലിക്കുവിട്. വി ഈ പരാജയപ്പെടുത്തണം. ഗായുടെ സ്ഥാനം, സയുടെ സ്ഥാനം ഒക്കെ അത് നടക്കില്ല. ആ വൈകി എനിക്കത് പാടാനും കൂടെ കഴിയണം. അങ്ങനെ പാടുക. അത് ആ സമയത്ത് ആ ടൈമിങ്ങിന് അതേപോലെ വായിക്കാം. ഒരേ നീളം പോകാൻ പറ്റില്ല. തീർക്കുന്നല്ലേ അത്. നോക്ക്, ശ്രദ്ധിച്ച് വായിക്കും. അത് ബുദ്ധി പോകും. ഗരി സരി ഗരി സരി നല്ല ഗരി സരി ഒറ്റ പോയി ഗരി സരി ഗരി സരി അത്ര സ്പീഡിൽ അതേമായി വന്നു. ഡു ഗരി സരി എപ്പോഴും എന്റെ കയ്യിലേക്കാണ് നോക്കുന്നത് കേട്ടോ. സ്വരം ഗരി സരി കൊണ്ടോട്ട് നേരെ എടുക്കാൻ പറ്റില്ല. ഗരി സരി ആ ഗരി സരി അല്ലേ? അതെ, അത് തന്നെ സംഭവം. നമ്മൾ വായിക്കുന്ന സ്വരം മനസ്സിലുണ്ടാവണം കേട്ടോ. ഒന്നുകിൽ തീർത്തും മനസ്സിലുണ്ടാവണം, അല്ലെങ്കിൽ സ്വരം മനസ്സിലുണ്ടാവണം. രണ്ടിലേതെങ്കിലും ഒന്ന് വേണം. അങ്ങനെ വായിക്കാൻ കഴിയുമോ? അപ്പൊ അയച്ചോന്നെ പായിൽ നിന്ന് ഗായിലേക്ക് അപ്പൊ ഈ താളത്തിൽ ഇങ്ങനെ ഉണ്ട്. അത് താളം തരണ്ടേ? ആ വായിക്കും. 3 4
ഗ പ ഗരി സരി ഗായിൽ നിന്ന് ഒരു വരി മനസ്സിലായില്ലേ? ആ ഇവിടെ വീട് പിടിക്കുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ വൃത്തിയായിട്ട് കേൾക്കണം, റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ അടുത്ത വരി വിനായക എന്നുള്ളതിന് ഒരു പ്ലാൻസ് വ്യത്യാസം വരും. തീർച്ചയായും നമുക്കറിയാമല്ലോ, ഒരു പ്ലാൻ 2, 3, 4